എപ്പോഴും ഡ്രൈവിങ്ങിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫൺ ടു ഡ്രൈവ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു മിനിമൽ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ മെൻ്റൽ എബിലിറ്റി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സ്പീഡിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു മിനിമം സ്പീഡ്. അതിൽ നിന്ന് നമ്മൾ ഉറങ്ങിയ കണക്ക് വളരെ ഒരു ലേസി ആയിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരും. പലതരത്തിലുള്ള മൈൻഡ് ഡൈവേർട്ടായി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മിനിമം സേഫ് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു മിനിമം സ്പീഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡ് വളരെ അലേർട്ടായിരിക്കും. ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, ഒരു ടാസ്ക് ചെയ്യുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇനി എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എൻജിൻ ബ്രേക്കിങ്ങിനെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം, ഒരു ബ്രേക്ക് ഫെയിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഫാസ്റ്റായിട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഫെയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബ്രേക്കിൽ ചവിട്ടി നോക്കുന്നു, ബ്രേക്ക് നമ്മൾ ഉദ്ദേശിച്ച കണക്ക് പ്ലേ ആവുന്നില്ല, ബ്രേക്ക് അപ്ലൈ ആവുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, ഒന്നുകിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കും. ചിലപ്പോൾ അതൊരു സാഹചര്യം, അങ്ങനെ തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ മാത്രമേ നമുക്ക് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷേ എങ്കിൽ ഞാനൊരു സന്ദർഭമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മിനിമം ഒരു 60 റേഞ്ചിൽ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബ്രേക്ക് ഫെയിൽ ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതും ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു കാര്യമാണ്, നമുക്കൊരു ബ്രേക്ക് ഫെയിൽ. ഇതെല്ലാം ഇലക്ട്രിക്കൽ കോമ്പണൻസ് ഉണ്ട്, ഇതിൽ മെക്കാനിക്കൽ കോമ്പണൻസ് ഉണ്ട്. ഇതിനൊക്കെ പലതരത്തിലുള്ള ഫെയിലിയേഴ്സ് എപ്പോഴും വരാം. ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പറയും, കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒന്ന് ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കുക, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിക്കൊള്ളുക. ഇതൊക്കെ ഒരു ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മളിന്ന് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ല. പക്ഷേ ബ്രേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അത് എത്രത്തോളം അപ്ലൈ ആവുന്നു, അത് എത്രത്തോളം എൻഗേജ്ഡ് ആകുന്നു എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ഫെയിൽ വന്നു കഴിഞ്ഞാൽ, നമ്മൾ സാമാന്യം ഒരു നല്ല സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രേക്ക് ഫെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ്റെ സപ്പോർട്ടോടുകൂടി എൻജിൻ ബ്രേക്കിങ്ങിലൂടെ വണ്ടി എങ്ങനെ നിർത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് അത്യാവശ്യം ഒരു 70 km/h എന്നുള്ള സ്പീഡിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്കൊരു ബ്രേക്ക് ഫെയിൽ തോന്നുന്നു, ഞാൻ ഉദ്ദേശിച്ച കണത്ത് ചവിട്ടിയാൽ നിൽക്കില്ല എന്ന്, വണ്ടി നിൽക്കത്തില്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ തേർഡിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ തന്നെ എൻജിൻ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. എൻജിൻ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4th ഗിയറിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിക്ക് പെട്ടെന്ന് 3rd ഗിയറിലോട്ട് ഡൗൺ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ഒരു ടെൻഷൻ വന്നു എൻജിന്. പിന്നെ മാത്രമല്ല, ആ 4th ഗിയറിൽ ഓടിക്കൊണ്ടിരുന്ന ആ ഒരു ടോർക്ക് പെട്ടെന്ന് അങ്ങ് കുറയ്ക്കാൻ പറ്റി. അതായത് 4th നിന്ന് നേരെ ഡൗൺ ഗിയർ 3rd ഗിയറിലോട്ട് മാറിയപ്പോഴത്തേക്ക് എഞ്ചിൽ നിന്ന് വീൽസിലോട്ട് കൊടുക്കുന്ന ഒരു ടോർക്കിനെ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ എന്നിട്ട് ഞാൻ അധികം ആക്സിലറേഷൻ ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് ഞാൻ 2nd ഗിയറിലോട്ട് മാറ്റി. ഇപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ 2nd ഗിയറും 1st ഗിയറും ഭയങ്കര പവർഫുള്ളാണ്. അതായത് ഒരു കയറ്റത്തിൽ 7 പേരെയൊക്കെ ഇരുത്തിക്കൊണ്ടൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ഇതിൽ 1st and 2nd ഗിയേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പെട്ടെന്ന് 2nd ഗിയർ പിടിച്ചിട്ടപ്പോഴത്തേക്ക് വണ്ടി ഒന്ന് ജമ്പ് ആയത്. പക്ഷെ അങ്ങനെ ജമ്പ് ആയെങ്കിലും വണ്ടി നന്നായിട്ട് സ്ലോ ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ട് അങ്ങനെ സ്ലോ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഹാൻഡ് ബ്രേക്കിംഗ് സംവിധാനം, ചിലപ്പോൾ ബ്രേക്ക് ഫെയിൽ വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കും വർക്ക് ആകണമെന്നില്ല. ഹാൻഡ് ബ്രേക്ക് ശരിക്കും ഒരു മാനുവൽ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഓവറോൾ ബ്രേക്ക് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിലത്തെ വീൽസിനെയൊക്കെ പിടിച്ച് ഈ ഒരു ഹാൻഡ് ബ്രേക്കിംഗ് സംവിധാനം വർക്ക് ആകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഓടി വന്ന് ഓരോരോ ഗിയേഴ്സായിട്ട് നമ്മൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി എൻജിൻ തന്നെ ആ ഒരു ടോർക്ക് കുറച്ചുകൊണ്ട് ഒരു ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലോട്ട് വരും. പിന്നെ കൊണ്ടുവന്ന ആ 2nd ഗിയറിൽ നിന്ന് നമ്മൾ 1st ഗിയറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പിന്നെ വളരെ ഡെഡ് സ്ലോ ആയിട്ട് വണ്ടി നിൽക്കും. അപ്പോൾ അതൊരു നല്ല ഒരു ബ്രേക്കിംഗ് സംവിധാനമാണ്. അതായത് എൻജിൻ ബ്രേക്കിംഗ് എന്നാണ് അതിന് പറയുന്നത്. മിക്കവാറും 2 വീലർ യൂസ് ചെയ്യുന്നവരൊക്കെ അത്തരത്തിലുള്ളൊരു സംവിധാനം യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു എൻജിൻ ബ്രേക്കിംഗ് വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു റൈഡിങ് ഡൈനാമിക്സിനായിരുന്നു നല്ല സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഒരു കർവൊക്കെ തിരിയുന്ന സമയത്ത് നമ്മൾ ഈ സ്പോർട്സ് ബൈക്കൊക്കെ ഓടിക്കുന്നവരാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് ഒരു കർവ് വന്നിട്ട് ചരിച്ചുകൊണ്ട് തിരിയുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കും. ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വീൽസിലോട്ടുള്ള ടോർക്ക് കുറയുകയും എൻജിൻ്റെ പവർ കൂടുകയും ചെയ്യും. എൻജിൻ്റെ പവർ കൂട്ടിക്കൊണ്ട് ആ വീൽസിലോട്ടുള്ള ഗ്രിപ്പ് കൂട്ടാനും കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പീഡിനെ ഒന്ന് കുറയ്ക്കാനും എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ കൂടെ തന്നെ നമുക്ക് എല്ലാം കുറച്ച് സ്പീഡും ടോർക്കും എല്ലാം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതേസമയം നമ്മളൊരു കർവ് തിരിയുന്ന സമയത്ത് ഈ എൻജിൻ ബ്രേക്കിംഗ് ചെയ്യുന്നതിന് പകരം നമ്മൾ ബ്രേക്കാണ് അപ്ലൈ ചെയ്ത് സ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീല് ലോക്കായിട്ട് സൈഡിലോട്ട് സ്കിഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഈ ABS സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ
അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഇപ്പോൾ വരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും വീല് ലോക്കാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടൂ വീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എൻജിൻ ബ്രേക്കിംഗ് അല്ലാതെ നമ്മൾ ബ്രേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ABS സംവിധാനം ഉള്ള വണ്ടിക്ക് കുഴപ്പം വരത്തില്ല. അല്ലാത്ത വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാക്ക് വീല് ലോക്കായി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്കിഡായി വണ്ടി ചരിഞ്ഞൊക്കെ വീണ് അപകടമൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എൻജിൻ ബ്രേക്കിംഗ് നന്നായിട്ടൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ അല്ല ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നാഷണൽ ഹൈവേയിലാണ്. പക്ഷേ എങ്കിലും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആ വണ്ടി ഇല്ലാത്ത ഒരവസ്ഥ വരുമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്ന ഒരവസരത്തിൽ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാം, അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഡ്രൈവിംഗ് സംസ്കാരത്തിനെ കുറിച്ച് പറയാൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഓരോ യാത്രകളിലും ഒരുപാട് കോമഡികൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ശരിക്കും. കേരളത്തിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ അതിനോടൊപ്പം തന്നെ സ്ട്രെസ്സും കൂട്ടും. ചില സമയത്ത് ചിലർ ഉപദ്രവകരമായിട്ട് ഡ്രൈവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, നമ്മളും വളരെ സ്ട്രെസ്ഡ് ആവും. പക്ഷേ എന്നാലും കേരളത്തിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിരിക്കാനും ഒരുപാട് ആസ്വദിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ റോഡിൽ സംഭവിക്കും. ഞാനിതെല്ലാം ഒരു ഡാഷ് ക്യാം വെച്ച് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തെടുത്ത് അത്തരത്തിലൊരു ഫണ്ണി വീഡിയോസൊക്കെ ഉണ്ടാക്കിയാലെന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരെങ്കിലുമൊക്കെ ഇൻഡയറക്റ്റ്ലി കളിയാക്കുന്നതിന് തുല്യമായിപ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെ അത്തരത്തിലൊന്നും ട്രൈ ചെയ്തില്ല. പക്ഷേ എങ്കിലും ഭയങ്കര രസമാണ്. ഏതാണ്ട് ഒരു സിനിമ കാണുന്നത് പോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് ഫണ്ണി എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീക്ഷിക്കാൻ പറ്റും, അത് ആസ്വദിക്കാനും പറ്റും. ഞാനത് ശരിക്കും ആസ്വദിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 5th ഗിയറിലാണ് അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ബ്രേക്ക് ഫെയിൽ നമുക്ക് തോന്നി, അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ആകുന്നില്ല, അതിൻ്റെ ആവശ്യത്തിനുള്ളൊരു എൻഗേജ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് 4th ഗിയർ ആക്കുക. അപ്പോൾ തന്നെ വണ്ടി ആ ഒരു ടോർക്കൊക്കെ കുറഞ്ഞ് എൻജിൻ നല്ല റൈസായിട്ട് നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് മനസ്സിലാവും. ഉടൻ തന്നെ നമ്മൾ അടുത്ത 3rd ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും വണ്ടി നന്നായിട്ട് സ്ലോ ആവും, അതിൻ്റെ ടോർക്കൊക്കെ കുറയും, എൻജിൻ നന്നായിട്ട് റെവ് ചെയ്യാനും തുടങ്ങും. പിന്നെ സ്ലോലി നമുക്ക് 2nd ഗിയറിൽ, ഇപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ പറഞ്ഞ കണക്ക് നേരത്തെ ജമ്പ് ചെയ്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ 2nd ഗിയർ ഇടുന്നില്ല. കാരണം ഇതിൻ്റെ 2nd ഗിയറും 1st ഗിയറും ഇടുന്നത് നമ്മൾ അത്യാവശ്യം വളരെ സ്ലോയിൽ തന്നെ ഓടുന്ന സമയത്ത് ഒരുപാട് ആളുകളെയൊക്കെ വഹിച്ചുകൊണ്ട് ഒരുപാട് വലിയൊരു കയറ്റമൊക്കെ കയറത്തക്ക വിധത്തിലുള്ള ഒരു റേഷ്യോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത്തരത്തിലൊരു ഗിയർ റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സെക്കൻഡ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടി ജമ്പ് ആവും. ആ ഒരു സെക്കൻഡ് ടോർക്കിലോട്ട് പെട്ടെന്ന് എൻജിൻ ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ജർക്കും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരും. ഇപ്പോൾ എന്തായാലും വണ്ടി ഒത്തിരി ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് ആകുമ്പോഴേ നമ്മൾ ഈ എൻജിൻ ബ്രേക്കിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കത്തുള്ളത്, മനസ്സിലാക്കത്തുള്ളൂ. വളരെ ആവശ്യമായിട്ടുള്ള ഒരു എമർജൻസി ബ്രേക്കിംഗ് സംവിധാനമാണ്. നമുക്ക് വളരെ വൈസ്ലി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു അപകടത്തിൽ നിന്നൊക്കെ ഒഴിവാകാനുള്ള ഒരു സംവിധാനമാണ് ഈ എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ജംഗ്ഷനിൽ കൊണ്ടുവന്ന് നിർത്തിയത് ബ്രേക്ക് അധികം ബ്രേക്ക് നിർത്താനായിട്ട് അപ്ലൈ ചെയ്തു എന്നുള്ളതല്ലാതെ ഞാൻ സ്ലോ ഡൗൺ ചെയ്തതെല്ലാം എൻജിൻ ബ്രേക്കിംഗ് യൂസ് ചെയ്താണ്. ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ആണ് വണ്ടി സ്ലോ ആക്കിക്കൊണ്ട് നിർത്തിയത്. ഇപ്പോൾ എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഞാനൊരു പക്ഷേ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഡ്രൈവിംഗ് നന്നായിട്ട് ചെയ്തു തുടങ്ങുന്നതിന് വളരെ മുന്നേ, വളരെ കുട്ടിക്കാലത്ത് തന്നെ അത് പഠിച്ചു. അത് ആ ഒരു ഇൻസിഡൻറ്റും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ശബരിമലയ്ക്ക് ഒരു KSRTC ബസ്സിൽ ബുക്ക് ചെയ്ത് ട്രിവാൻഡ്രത്ത് ഗണപതി കോവിലിൽ നിന്നാണ് കെട്ടൊക്കെ നിറച്ച് ഞങ്ങൾ ആ ഒരു ട്രാൻസ്പോർട്ടിൻ്റെ ഒരു പുതിയ സർവീസായിരുന്നു. പുതിയ ബസ്സുകൾ പമ്പയിലേക്ക് ഉള്ള ഒരു പുതിയ സർവീസായിരുന്നു KSRTCയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പുതിയ വണ്ടികളായിരുന്നു. ലൈലൻഡിൻ്റെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ ലൈലൻഡിൻ്റെ പുതിയതായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. വളരെ വലിയൊരു സൈസുമായിരുന്നു വണ്ടി. അപ്പോൾ അതിൽ ആദ്യമായിട്ട് കയറുന്നത് കന്നി അയ്യപ്പന്മാർ കയറണമെന്ന് പറഞ്ഞെങ്കിലും കന്നി അയ്യപ്പന്മാർ അതിലില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടിയായിരുന്ന എന്നെയാണ് അതിനകത്ത് ആദ്യമായിട്ട് കയറ്റിയത്. അപ്പോൾ ഞാനാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് ആ വണ്ടിയുടെ അകത്ത് കാലെടുത്ത് വെക്കുന്നത് പുതിയ വണ്ടിയിൽ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടുകയും ചെയ്തു. അതായത് ഡ്രൈവറിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റ് ഫസ്റ്റ് റോയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ഈ വിൻഡോ സൈഡിലിരിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് അന്ന് കുട്ടിയിലേക്ക്. പക്ഷേ എങ്കിലും അതിനുപരി ആ ഡ്രൈവർ ഇരുന്ന് ഓടിക്കുന്ന നന്നായിട്ട് കാണാൻ കഴിയുക എന്നുള്ളതും ഒരു വലിയ സന്തോഷമായിരുന്നു അന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ വന്ന് കയറി ഒരു ഇതുപോലെ നല്ലൊരു വലിയ റൈബൻ്റെ ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ടൊരു ഡ്രൈവർ, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രൈവർ. അപ്പോൾ സാധാരണ നമ്മൾ KSRTCയിലൊക്കെ എങ്ങനെയെങ്കിലും ഡ്രസ്സ് ചെയ്ത് എന്നൊക്കെയാണ് വണ്ടി ഇരുന്ന് ഓടിക്കുന്നത്. പ്രത്യേകിച്ചൊരു ഇതുപോലെ ഐവെയറൊന്നും വെയർ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വന്ന് എനിക്ക് തോന്നുന്നു ഏതോ എക്സ്പ്രസ് ഒക്കെ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്.
അപ്പോൾ ഇതൊരു എക്സ്പ്രസ് സർവീസ് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം വന്നിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വണ്ടിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ എനിക്ക് നല്ലതായിട്ട് അറിയാം. അതായത് ഫസ്റ്റ് ഗിയർ ഇട്ട്, സെക്കൻഡ് ഗിയർ ഇട്ട്, തേർഡ് ഗിയർ ഇട്ട്, ഓരോരോ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്താണ് വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ നന്നായിട്ടുണ്ട്. പക്ഷേ എങ്കിലും സാധാരണ വണ്ടി ഓടിക്കുന്ന ആ ഒരു രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് ആയിട്ട് എനിക്ക് ആ ഒരു ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് ഫീൽ ചെയ്തു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഫസ്റ്റ് ഗിയർ ഇട്ട്, സെക്കൻഡ് ഗിയർ ഇട്ട്, തേർഡ് ഗിയർ ഇട്ട് ഓരോരോ ഗിയറും ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും നിർത്തുന്നതും ആ സെയിം ഓർഡറിലാണ്. അതായത് വണ്ടി ഒന്ന് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ടോപ്പ് ഗിയറിൽ കിടക്കുന്ന വണ്ടി പെട്ടെന്ന് തേർഡ് ഗിയറിലോട്ട് മാറും, എന്നിട്ട് സെക്കൻഡ് ഗിയറിലോട്ട് മാറും, എന്നിട്ട് ഫസ്റ്റ് ഗിയറിൽ ഇട്ടാണ് അദ്ദേഹം നിർത്തുന്നത്. അതെനിക്കൊരു ഭയങ്കര അതിശയമായിട്ട് ഇവിടെ ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് തന്നെ ഞാൻ തോന്നിപ്പോയി. കാരണം എന്നാൽ നമുക്ക് ആ ഒരു എൻജിൻ ബ്രേക്കായി നിൽക്കുന്നതിൻ്റെ ഒരു അനുഭവമൊന്നും അല്ലെങ്കിൽ ആ ഒരു ഷെയ്ക്കോ ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് അതിനകത്ത് ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്കും ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഉണ്ടാകത്തില്ല. അങ്ങനെ ഇരുന്ന് ഞാനിത് ഇങ്ങനെ വളരെ ശ്രദ്ധിക്കുകയാണ്. കാരണം ഞാൻ ഇത്തരത്തിലൊരു വണ്ടി ഡ്രൈവിങ് ഞാൻ അതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പോൾ എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, ശരിക്കും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, ഇതാണ് ശരിക്കും ഇങ്ങനെ വേണം വണ്ടി ഡ്രൈവ് ചെയ്യാൻ. നമ്മൾ ഓരോ ഗിയേഴ്സും കറക്റ്റിനായിരിക്കണം. നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ഓരോരോ ഗിയേഴ്സും കറക്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് തന്നെ ആയിരിക്കണം വണ്ടി നിർത്തേണ്ടതെന്നുള്ള പറഞ്ഞു. സാധാരണ നമ്മളിപ്പോൾ ടോപ്പ് ഗിയറിൽ ഓടിയിട്ട് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയറൊന്നും ചേഞ്ച് ചെയ്യത്തില്ല, ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് കൊണ്ട് ക്ലച്ചും ചവിട്ടി അങ്ങ് നിർത്തും. അത് ടോപ്പ് ഗിയറിൽ തന്നെ ആയിരിക്കും വണ്ടി മിക്കവാറും അങ്ങ് നിർത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വണ്ടി നിർത്തേണ്ട ഒരു കറക്റ്റ് രീതി അത് ഇതുപോലെ ഡൗൺ ഷിഫ്റ്റ്സ് ചെയ്താണ് വണ്ടി നിർത്തേണ്ടത്. അതായത് ഒരു സോർട്ട് ഓഫ് എൻജിൻ ബ്രേക്കിംഗ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസോടുകൂടി ചെയ്യണം. അല്ലാതെ വെറുതെ എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് ഓരോരോ ഗിയർ ഷിഫ്റ്റ് ഡൗൺ ചെയ്ത് അങ്ങ് നിർത്തി കൊടുത്താൽ ചിലപ്പോൾ എൻജിൻ്റെ ആ ഗിയർ ബോക്സിനൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്റ്റ് പ്രിസൈസ് ആയിട്ട് ആ ഒരു എൻജിൻ മെയിൻറ്റെയിൻ ചെയ്യും. എൻജിനിൽ നിന്ന് വീലിലോട്ട് വരുന്ന ടോർക്കിനെയൊക്കെ അത് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിൽ വണ്ടി നിർത്താനും. ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ദോഷമാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നതാണ്, ഇങ്ങനെയാണ് നമ്മൾ നിർത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങളൊന്നും വരത്തില്ല. ബ്രേക്കും പ്രോപ്പറായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ട് വളരെ കൂടുതൽ ബ്രേക്ക് ഇട്ട് ചവിട്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യവും വരത്തില്ല. ആ എൻജിനെ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആനയൊക്കെ അല്ലെങ്കിൽ കുതിരയെ നമ്മൾ കടിഞ്ഞാണിട്ട് നിർത്തുന്ന കണക്ക് ആ എൻജിൻ എന്ന് പറയുന്നതിലൂടെ തന്നെ നമുക്കൊരു കടിഞ്ഞാൻ പോലെ വണ്ടിയെ പിടിച്ച് നിർത്തി സ്ലോ ചെയ്ത് കൊണ്ടുവന്ന് നിർത്താൻ പറ്റും. അപ്പോൾ അന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരു നല്ല ലെസണാണ് ഞാൻ പഠിച്ചത്. മാത്രമല്ല അന്നത്തെ ആ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഈ സെയിം ബസ് തന്നെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഓടിച്ചിട്ട് പിടിച്ച് ആ ബസ്സിൽ കയറി. അപ്പോൾ നമ്മുടെ സീറ്റൊക്കെ മാറിപ്പോയി, പക്ഷേ എങ്കിലും ഏതാണ്ട് സെക്കൻഡ് സീറ്റിലൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ അന്ന് ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പമ്പയിലൊക്കെ ഉള്ള അവിടെയൊക്കെ ഉള്ള ഒരുപാട് കയറ്റങ്ങൾ, ഹെയർപിൻ ബെൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം തിരിച്ചിറങ്ങുന്നതൊക്കെ ഇദ്ദേഹം വളരെ ഡൗൺ ഗിയേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഏത് ഗിയറിൽ അങ്ങോട്ട് കയറുന്നു ആ സെയിം ഗിയേഴ്സിലാണ് അദ്ദേഹം തിരിച്ചിറക്കുന്നത്. അപ്പോൾ അതൊന്നും സാധാരണ ഡ്രൈവേഴ്സൊന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇദ്ദേഹം അതും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അങ്ങനെ അദ്ദേഹം ചെയ്യത്തുള്ളൂ. ഓരോരോ കയറ്റത്തിലും വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ആ ലാഹ എസ്റ്റേറ്റിൻ്റെ അവിടെ വന്നിട്ടൊരു വലിയൊരു ഹെയർ പിൻ ഉണ്ട്, അതൊരു വലിയ കയറ്റമാണ്. അത് ഫസ്റ്റ് ഗിയറിലെ വണ്ടി അവിടെ കയറത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് അദ്ദേഹം ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് വളരെ എൻജിനായിട്ട് നല്ല റെവ് ചെയ്തുകൊണ്ട് വളരെ ഗ്രിപ്പ് ചെയ്ത താഴോട്ടിറക്കി. അപ്പോൾ അതും ഒരു വലിയ ലെസൺ ആയിരുന്നു. അതായത് നമ്മൾ ഓരോ ഗിയേഴ്സും അതായത് ഡൗൺ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഇറക്കങ്ങളും, അതായത് വലിയ ഹാർഡായിട്ടുള്ള ഹെയർ പിൻ പോലുള്ള ബെൻഡുകളും അല്ലെങ്കിൽ കുത്തനെയുള്ള ഇറക്കങ്ങളും ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളൊരു ഡൗൺ ഗിയർ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്കൊന്നും അധികം അപ്ലൈ ചെയ്യേണ്ടിയും വരത്തില്ല. വണ്ടി നമ്മുടെ കൺട്രോളിൽ നിൽക്കും. അതായത് ഒരു മിനിമം ലെവൽ ഓഫ് ടോർക്കേ വണ്ടിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുപോലെ എൻജിൻ നല്ല പവറിൽ നിൽക്കുകയും ചെയ്യും. എൻജിൻ്റെ ആ ഒരു മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ എൻജിൻ്റെ ആ ഒരു കരുത്തിന് നമുക്ക് റോഡിൽ ഗ്രിപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ കിട്ടിയൊരു നല്ല ലെസൺ ആയിരുന്നു ഞാൻ ആ ഒരു യാത്രയിൽ നിന്ന് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴെങ്കിലും ഒന്ന് ഒരു വീഡിയോ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടന്റിൻ്റെ ഒപ്പം തന്നെ ഈ എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംവിധാനമാണ്. അതിലൂടെ തന്നെ നമുക്ക് ഒരു നല്ല പരിധി വരെ നമുക്ക് വലിയ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിച്ചു മാറ്റാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ, വലിയൊരു ഇൻഫർമേഷൻ ഒന്നും ആവണമെന്നില്ല, ഒരുപക്ഷെ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാനും സാധ്യതയുണ്ട്. ബിഗിനേഴ്സിന് ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഒരു നല്ല ഡ്രൈവിംഗ് സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടന്റ് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റെന്തെങ്കിലുമൊക്കെ എൻ്റെ സെൽഫ് ലേണിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതെല്ലാം ഞാനൊരു വിഷ്വൽ കണ്ടൻ്റാക്കി മാറ്റുന്നതായിരിക്കും. മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രൈബർ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസിക് വിശേഷമായിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ്.